ആരാധനകളുടെ പരസ്യവും പറഞ്ഞ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ, ആമേൻ ആമേൻ. പതിവായി നടക്കുന്നത് പോലെ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്. നമ്മൾ നിലവാമൂട് ആരംഭിക്കപ്പെട്ടിരിക്കുന്ന സഭാ ഹോള്, ആ ടെന്റ് അടിച്ചു തുടങ്ങപ്പെട്ട ആരാധന മനോഹരമാക്കി നടത്തുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമായി ചോദിക്കുന്നു. ആ ഏരിയയിൽ ദൈവം അല്ലെങ്കിൽ കർത്താവിന്റെ ദാസരുടെ കോമ്പൗണ്ടിൽ നമ്മൾ ആരംഭിക്കപ്പെട്ടു. ആ ഏരിയയിൽ ആലയത്തിലുള്ള ഭൂമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നല്ലൊരു ആലയം ആ ദേശത്ത് കെട്ടിപ്പൊക്കുവാൻ ഒരുക്കട്ടെ എന്ന് ആഴമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിന്റെ കെട്ടുപണിക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ടീം പ്രവർത്തനത്തിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ ടീം പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുവാൻ, ടീമായി കർത്താവിന്റെ വേല ചെയ്യുവാൻ മനോഹരമായ വാഹനം ദൈവം നൽകട്ടെ. ആലയത്തിനുള്ള മറ്റ് ആരാധനാലയങ്ങൾക്കുള്ള ഭൂമികൾ ദൈവം നൽകട്ടെ. പ്രയർ സെന്ററുകൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദാസന്റെ വാഹനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവവേലയ്ക്കുള്ള വാഹനത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്റെ വാഹനം ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം. അതിന്റെ ആമേൻ ടെസ്റ്റിന്റെ കാലാവധിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വളരെ പഴകിയതായതുകൊണ്ട് മറ്റൊരു വാഹനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നൽകട്ടെ. ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നൽകട്ടെ എന്ന് ആഴമായി പ്രാർത്ഥിക്കുന്നു. സഭാ ഹോളിന്റെ പ്രവർത്തനത്തിനും വളർത്തയ്ക്കും ഹല്ലേലൂയ കെട്ടുപണിക്കും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ വളരെ ആഴമായി കടന്നു വരുന്നു. ദൈവത്തിന്റെ നാമം നമ്മുടെ മേൽ മഹത്വപ്പെടേണ്ട. അതിനായി നമുക്ക് വളരെ ആഴമായിട്ട് ഇപ്പോൾ കാലം പ്രാർത്ഥനയോടെ കടന്നു വരാം. എല്ലാ ശുശ്രൂഷകളും അതേപോലെ ഉണ്ട്. കൺവെൻഷൻ നടത്തുവാൻ, പരസ്യങ്ങൾ നടത്തുവാൻ, പഞ്ചായത്ത് തോറും ഇങ്ങനെ 3 ദിവസം കൺവെൻഷൻ നമ്മൾ നടത്തി വരുന്ന ഒരു പതിവുണ്ട്. ദിവസങ്ങളിലും അത് മുടങ്ങി കിടക്കുന്നുണ്ട്. ആമേൻ ആമേൻ. സാമ്പത്തികം അതിനു വേണ്ടി ദൈവം തുറന്നു തരുവാനും സംരക്ഷണങ്ങൾ ദൈവം തരുവാനൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. അനേക ഹൃദയങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമാറാകട്ടെ. അനേക സഹായ കരങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ വളരെ വിനയത്തോടെ താഴ്മയോടെ പ്രാർത്ഥിച്ച് കടന്നു വരികയാണ്. ഹല്ലേലൂയ. പരസ്യയോഗം നടത്തുവാൻ ഒരു ആമേൻ സൗണ്ട് സിസ്റ്റം ആവശ്യമുണ്ട്. അതിനായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. പരസ്യയോഗം നടത്തി കടന്നു പോകത്തക്ക ഒരു വാഹനം ദൈവം നമുക്ക് നൽകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വാഗ്ദത്തങ്ങളും കർത്താവ് തുറക്കട്ടെ. അതിരുകളുടെ വിശാലതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇടുക്കവും ഞെരുക്കവും മാറ്റി വിശാലത നൽകി ദൈവം മാനിക്കട്ടെ. കേൾക്കപ്പെട്ട ദൈവാലോചനയുടെ മുമ്പിൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ള ദൈവമക്കൾ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ 1-2 വാക്യങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. 34-ാമത്തെ സങ്കീർത്തനം അതിന്റെ 5-6 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 34-ാമത്തെ സങ്കീർത്തനം അതിന്റെ 5-6 വാക്യങ്ങൾ ഒന്ന് വായിച്ച്. യഹോവയിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. നാം എവിടെയാണ് നോക്കേണ്ടത്? നാം കൂടുതൽ നോക്കുന്നത് ലോകത്തിലോട്ടാണ് പലരും നോക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, യഹോവയിൽ നോക്കിയവരുടെ മുഖം പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. നാം എവിടെ നോക്കണം? കർത്താവിലേക്ക് നോക്കണം. ദൈവത്തിലേക്ക് നോക്കിയാൽ എല്ലാവരും പറയുന്ന ചില പദങ്ങൾ ഇങ്ങനെയായിരിക്കും. എൻ്റെ വീട്ടിലെ കടമുണ്ട്, എൻ്റെ വീട്ടിൽ നല്ല ആഹാരം വേണം, എനിക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കണം, എനിക്ക് 10 സെന്റ് ഭൂമിയെങ്കിലും മേടിക്കണ്ടേ. ഇതൊക്കെ ആമേൻ പറയുന്ന പലരെയും നമ്മൾ കാണാറും കേൾക്കാറുമുണ്ട്. എങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, നീ കഠിനമായി അധ്വാനിച്ച് നന്നായി താമസിച്ച് കിടക്കാൻ പോകുന്നതും വ്യർത്ഥമെന്നും എന്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ തരുന്നു. ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം. അപ്പോ ഹല്ലേലൂയ, നിങ്ങൾ ചോദിക്കും, ഹല്ലേലൂയ, എല്ലാവർക്കും അത് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടണമെന്ന് ഹല്ലേലൂയ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒന്ന്, എല്ലാവർക്കും ദൈവം തരുവാൻ ബാധ്യസ്ഥനുമാണ്. പക്ഷേ എല്ലാവരും ആ നിലവാരത്തിൽ എത്തിച്ചെല്ലുവാൻ ഒരിക്കലും സാധ്യമല്ല. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഇത്രയും പേര് ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥനകൾക്ക് എത്ര പേര് പങ്കെടുക്കും? അല്ലെങ്കിൽ എത്ര പേര് ആമേൻ ആമേൻ ദൈവത്തെ കുറിച്ച് പലരോടും പറയാറുണ്ട്? ഇനി ദൈവം അനുഗ്രഹിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അകന്നിരിക്കുന്നവനെ അല്ല, അടുത്തിരിക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. എങ്കിൽ മാത്രമേ നിന്റെ മുഖത്തിനൊരു പ്രകാശം വരികയുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ തിരുമുഖത്തെ നോക്കിയവരുടെ മുഖം പ്രകാശിച്ച് അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. വായിക്കാം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. കണ്ടോ? അപ്പോ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. പക്ഷേ നാം എളിയവരാണ്. നാം നിലവിളിക്കണം. ആരോട് നിലവിളിക്കണം? ദൈവത്തോട് നിലവിളിക്കണം. ദൈവത്തോട് നിലവിളിക്കാൽ ദൈവം നിലവിളി കേൾക്കും. ദാവീദ് നിലവിളിച്ചു, ദൈവം കേട്ടു. ദാവീദിന്റെ നിലവിളി ദൈവം കേട്ടു. വ്യർത്ഥമായി നിലവിളിച്ചു, ദൈവം കേട്ടു. പല ഭക്തന്മാരും നിലവിളിച്ചു, ദൈവം കേട്ടു. ദൈവം കേൾക്കാതിരിക്കാൻ നമ്മുടെ ദൈവം പൊട്ടനല്ല.
നമ്മുടെ ദൈവം കുരുടനുമല്ല. നിന്റെ നിലവിളി കേൾക്കും. നിങ്ങൾ എന്നോടൊപ്പം കടന്നു വരിക. ഞാൻ വചനത്തിൽ ആഴമായി ചില കാര്യാദികളെ നിങ്ങളെ പഠിപ്പിച്ചിട്ട് ആമേൻ ആത്മനിറവിലേക്ക് നിങ്ങളെ ആരാധിപ്പിച്ചു കൊണ്ടുവരുവാൻ ഞാൻ ശരണപ്പെടുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. യഹോവ കേട്ട് കഴിഞ്ഞപ്പോ നിന്റെ അവസ്ഥ എല്ലാം ദൈവത്തിന് നന്നായി എന്ത് ചെയ്തു? മനസ്സിലായി കഴിഞ്ഞു. ഈ അവസ്ഥ നീ ഞെരുക്കത്തിലാണ്, നീ പ്രശ്നത്തിലാണ്, നീ പരാജയത്തിലാണ്, നീ വേദനയിലാണ്, എല്ലാം ദൈവം അറിഞ്ഞ് കഴിഞ്ഞിട്ട് ദൈവം നിന്റെ നിലവിളി കേട്ടിട്ട് നിന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പന്നി ഇറച്ചി തിന്നുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? പന്നി ഇറച്ചി തിന്നുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു മനുഷ്യരുമില്ല, ഒരു മനുഷ്യരുമില്ല. ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പന്നി ഇറച്ചികളിൽ പലർക്കും ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഹല്ലേലൂയ, അല്ലേ? ഹല്ലേലൂയ. എന്നാൽ ഈ വസ്തുത കഴിക്കാത്ത ഒരു വിഭാഗക്കാരാണ് ബെന്തക്കോസുകാര്. ഈ ഇറച്ചി ബെന്തക്കോസുകാർ കഴിക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പറയുന്നത്, യേശു ഗദരദേശത്ത് പോകുമ്പോ ഈ ഹല്ലേലൂയ ലെഗ്യോൻ ബാധിച്ചവൻ ഗദരദേശത്തുണ്ട്. അവൻ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്, ലെഗ്യോൻ ബാധിച്ചു കിടക്കുക. അപ്പോൾ യേശു അവനെ സ്വസ്ഥതയുള്ളവനാക്കി, സ്വന്തം പട്ടണത്തിൽ സാക്ഷീകരിക്കുന്നവനാക്കി, ദൈവത്തെ കുറിച്ച് പറയുന്നവനാക്കാൻ, അവനെ സ്വസ്ഥത വരുത്താനാ പോകുന്നത്. അവനെ സ്വയബോധമുള്ളവനാക്കാനാ യേശു പോകുന്നത്. യേശു പോകുന്നത് അറിഞ്ഞ പിശാച് പറഞ്ഞ വാക്കാണ്, നീ സമയത്തിന് മുമ്പേ എന്നെ ദണ്ഡിപ്പിക്കുവാൻ വന്നു എങ്കിൽ ഈ കാണുന്ന പന്നിക്കൂട്ടത്തിന് നേരേക്ക് എന്നെ അയക്കണമേ എന്ന്. ഈ പിശാച് എല്ലാം കൂടി ചെന്ന് ഈ പന്നികളുടെ തോളിലോട്ടങ്ങ് കയറി, ഈ പന്നികളുടെ ഉടമ്പിന്മേലങ്ങ് കയറി, ഈ പന്നിയാകുന്ന ശരീരങ്ങളിൽ അങ്ങ് കയറി. അവിടെ തിരുവഴുത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, എവർക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോ എവർ കടും തൂക്കത്തോടെ ചെന്ന് കടലിലേക്ക് ചാടിപ്പോയി. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ശക്തിയോടെ കരമടിച്ച് എന്റെ ദൈവത്തെ സ്തുതിക്ക്. നീ പരാജയപ്പെട്ടവനല്ല, നീ പരാജയപ്പെട്ടവളല്ല. അഹങ്കാരം കുറയണം എങ്കിൽ ദൈവത്തിന് അനുഗ്രഹം വരും. ഒന്ന് വചനം പഠിക്കണം, രണ്ട് ദൈവമാരെന്ന് തിരിച്ചറിയണം. ഇത് രണ്ടും അറിയാതിരിക്കുമ്പോ അഹങ്കാരം മാറുകയില്ല. അഹങ്കാരം ദോഷത്തിന് കാരണമുണ്ടാക്കും. ആയുസ്സിനെ അത് ദോഷപ്പെടുത്തും, ജീവിതത്തെ അത് ദോഷപ്പെടുത്തും, നിന്റെ സമ്പത്തിനെ അത് ദോഷപ്പെടുത്തും. സമയത്തിന് മുമ്പേ നീ മരണപ്പെടേണ്ടത് വരും. അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഒരു ഹൃദയത്തിനകത്തും കയറി അട്രാക്ഷൻ ചെയ്യരുത്. അങ്ങനെയുള്ള ശക്തിയെ ഇന്ന് കാലം നീ ഉരുക്കത്തക്ക നിലവാരത്തിൽ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിച്ചാൽ എളിയവർ നിലവിളിച്ചോ, കഷ്ടതയിലായിരുന്നു കൊണ്ട് നിലവിളിച്ചോ, ആ നിലവിളി കേട്ട കർത്താവിന്റെ വചനം പറയുന്നു, അവന്റെ സകല കഷ്ടത്തിൽ നിന്നും ദൈവം വിടുവിച്ചു. സ്വതന്ത്രം. എത്ര നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടോ ആകട്ടെ, എത്ര നിനക്ക് നല്ല സമ്പത്തുണ്ടോ ആകട്ടെ, ഇതൊന്നും ദൈവത്തിനൊന്നുമല്ല. ഹല്ലേലൂയ. നിനക്ക് ഈ ലോകത്ത് ഒത്തിരി ബന്ധമുണ്ടാകട്ടെ, ഇതൊന്നും ദൈവത്തിനൊന്നുമല്ല. ദൈവം നിന്നെ ആഗ്രഹിക്കുന്ന ബന്ധമെന്ന് പറയുന്നത് ലോകം തരുന്ന ബന്ധമല്ല, ലോകം തരുന്ന സ്നേഹമല്ല, ലോകം തരുന്ന സമാധാനമല്ല, ലോകത്തിൽ അഴിഞ്ഞു പോകുന്ന വാഗ്ദത്തമല്ല. സ്വർഗത്തിൽ നീ വിശ്രമിച്ച് അനേകായിരങ്ങളെ ദൈവത്തിന് ചേർത്ത് കൊടുക്കുവാൻ ദൈവം നിനക്ക് ചിലത് തരാൻ ആഗ്രഹിക്കുമ്പോ ഈ ഹല്ലേലൂയ ഭൂമിയോടുള്ള സ്നേഹം, ഭൂമിയോടുള്ള ചില ബന്ധങ്ങൾ, ഭൂമിയോടുള്ള ചില ഹല്ലേലൂയ പ്രത്യേകതകൾ, പ്രത്യേക ചില സ്ഥാനമാനങ്ങൾ, ലോകത്തോടുള്ള ചില സ്ഥാനമാനങ്ങൾ ഹല്ലേലൂയ നീ സീറോയായി കണ്ടാൽ ദൈവ സ്നേഹം നിന്നിൽ വലുതായി വെളിപ്പെട്ടു വരും. ആ സ്നേഹത്തിന് വേണ്ടി ഇന്ന് മക്കളെ എത്ര പേര് പ്രാർത്ഥിക്കും? നല്ലൊരാമയം പറഞ്ഞാട്ട്. ഇപ്പൊ പന്നിയെ പോലെ നമ്മൾ ആകാൻ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെ ദൈവത്തിന്റെ കൈകളാൽ പണിയപ്പെട്ട ദൈവമക്കളായി, മനുഷ്യനായി അവൻ മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹികളാക്കി, രാജകീയ പുരോഹിത വർഗമാക്കി, അവനെ ആരാധിക്കേണ്ട വിശുദ്ധ ജനമാക്കി. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് അരുളി ചെയ്തു. വിശുദ്ധിയിലും വേർപാടിലും നിങ്ങൾ ആരാധിച്ച്
ഹല്ലേലൂയ. മക്കൾക്ക് മൂക്കുകുത്തി കമ്മലിടുന്നവരായിട്ടല്ല, മക്കൾക്ക് കണ്ണു വരയ്ക്കുന്നവരായിട്ടല്ല, ഓ ഹല്ലേലൂയ, അമ്മ നെറ്റിയിൽ പൊട്ടിടുന്നവളായിട്ടല്ല, അപ്പൻ നൂല് കെട്ടുന്നവനായിട്ടല്ല, മന്ത്രവാദി അടുത്ത് പോകുന്നവനായിട്ടല്ല, കുരിശടി പോകുന്നവനായിട്ടല്ല, വേളാങ്കണ്ണി പോകുന്നവരായിട്ടല്ല, കാണുന്നിടത്ത് വെടിവെക്കുന്നവരായിട്ടല്ല, കാണിക്കപ്പെട്ടികളിൽ കാണുന്നിടത്ത് കാണിക്കയിടുന്നവരായിട്ടല്ല, ജീവിക്കുന്ന യേശുവിനെ കുറിച്ച് പറയാൻ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്, കരങ്ങളെ തട്ടി. ഓ ഹല്ലേലൂയ. യേശു ആ മലയിൽ ഈ മലയിലുമില്ല, യേശു കുരിശു മലയിലല്ല, യേശു തൂത്തൂരല്ല, യേശു ഹല്ലേലൂയ അപ്പുറത്തല്ല, യേശുവിന്റെ ഉള്ളിൽ അവന്റെ സാന്നിധ്യം വരാൻ പ്രാർത്ഥിരി. ആ സീനായി മലയിലേക്ക് അവന്റെ സാന്നിധ്യം വന്നു. ആ സാന്നിധ്യം ഒന്ന് വരാൻ വേണ്ടി പ്രാർത്ഥിക്ക്. മോശ പറഞ്ഞതുപോലെ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുമാറാക്കണം. പറയുന്ന പദങ്ങൾ ഇതയാണ്: എനിക്ക് സ്വസ്ഥത നൽകുന്ന സാന്നിധ്യം. തീർന്നില്ല. പറവോന്റെ അടുക്കൽ പോകുന്നവന് സ്വസ്ഥത വേണം. ഒന്ന്. രണ്ടാമതവൻ ആ പറവോൻ പിടിച്ച് അടിമത്വത്തിലാക്കാതിരിക്കേണ്ടതിന് ഇവിടുത്തെ സാന്നിധ്യത്തോടെയാണ് പുറപ്പെട്ടു പോകുന്നത്. സാന്നിധ്യം നിങ്ങളിലുണ്ടോ? ഏത് സാന്നിധ്യം? ദൈവ സാന്നിധ്യം. എനിക്ക് 60 ഭാഷ അറിയാമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് നീ ഒന്നുമല്ല, ദൈവത്തിന് നീ ഒന്നുമല്ല. എനിക്ക് ഒരു അറിവുമില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, നിന്നെ ഞാൻ വാലല്ല തലയാക്കും, നിന്നെ ഞാൻ കീഴല്ല മേലാക്കും, നിന്നെ ഞാൻ രാജാവിന്റെ കൊട്ടാരത്തിനകത്തയക്കും, അല്ലെങ്കിൽ രാജാക്കന്മാരെ അരക്കച്ചകൾ അഴിപ്പാൻ നിന്നെ ഞാൻ ബലം നിയമിക്കും. ആ ബലമാണ് നിന്റെ ജ്ഞാനങ്ങൾക്ക് അപ്പുറമാകുന്ന ഒരു ജ്ഞാനം. ഓ പരിശുദ്ധാത്മാവേ നന്ദി. എല്ലാ കരകളും ചേർത്തടിച്ച് അന്യഭാഷ ലഭിച്ചവർ അന്യഭാഷകളിൽ ആരാധിക്ക്, പരിശുദ്ധാത്മാവ് ലഭിച്ചവർ പരിശുദ്ധാത്മാവിൽ ആരാധിക്ക്. ഓ പോരാ പോരാ, ആരാധനകൾ പൊങ്ങട്ടെ, ആത്മസാന്നിധ്യം പൊങ്ങട്ടെ, സമാധാനത്തിന്റെ ദൈവത്തെ സ്വീകരിക്കുക. എളിയവർ നിലവിളിച്ചു, അവന്റെ നിലവിളി കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ വിടുവിച്ചു. സ്തോത്രം. ആര് നിലവിളിക്കുന്നു അവർക്ക് കഷ്ടതയുണ്ട്. സ്തോത്രം. കഷ്ടതയുണ്ട്, കഷ്ടതയുണ്ട്, കഷ്ടതയുണ്ട്. നിലവിളിക്കുന്നവര് നിലവിളി ദൈവം കേൾക്കുകയും അവൻ മാറി നിൽക്കുകയില്ല. അവൻ നിങ്ങളെ അരികിലേക്ക് ഇറങ്ങി വരും, അവൻ നിങ്ങളെ മാനിക്കും. മകളെ മകനെ, നിന്റെ വിഷയം എന്നാന്ന് ദൈവം അറിഞ്ഞു. നിന്റെ മേൽ ഒരു ആശീർവാദം, ഒരു അനുഗ്രഹം നിന്റെ മേൽ പകരുവാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ ഹോസ്പിറ്റലിൽ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അരക്കുണം മെഡിക്കൽ കോളേജിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഈ ശരീരത്തിൽ ഒരു പിശാചുണ്ടോ? ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സ്തോത്രം. അവരുടെയൊക്കെ വിശ്വാസം ഇറയാണ്. പിന്നെ ആമേൻ, ആമേൻ. നമ്മൾ ഹല്ലേലൂയ ചെറിയ പരിചയങ്ങൾ ഉള്ളത് കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് അടിക്കടി ഞാൻ ഇന്നടത്താണെന്ന് പറഞ്ഞ് വിളിച്ചു. ഞങ്ങൾ ഇങ്ങനെ പോകാറുണ്ട്, പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാറുണ്ട്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ വിഷയത്തെ ഹല്ലേലൂയ ആമേൻ, ആമേൻ ഞാൻ കർത്താവിന്റെ ദാസിയോടായിട്ടാണെന്ന് ഒരു ദിവസം പറഞ്ഞു. ഹല്ലേലൂയ. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ ആ വ്യക്തിയുടെ വാർത്ത കേട്ടത് തന്നെയാണ്. ആശുപത്രിയിൽ കിടന്നുകൊണ്ട് ഭയങ്കരമായി ബഹളമുണ്ടാക്കി, ഭയങ്കരമായി പ്രശ്നമുണ്ടാക്കി. ഇവിടെ കിടന്നാൽ പോരാ, എന്നെ അഴിച്ചുവിട് എന്ന് പറഞ്ഞുകൊണ്ട് ബഹളമുണ്ടാക്കി. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഈ ശരീരത്തിൽ ഒരു പിശാചുണ്ട്, ആ പിശാച് ഈ വ്യക്തിയെ കൊന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം എന്നറിയാമോ? ദൈവം പറഞ്ഞത് ആദ്യം നീ ദൈവത്തെ അന്വേഷിക്കണം, കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ നിനക്ക് സകലതും ദൈവം അതിൽ കൂടി തരും. ഈ കാലഘട്ടത്തിൽ അതിലേക്ക് പലരും പോകാറില്ല. ഹല്ലേലൂയ. ദൈവമക്കൾ വിളിച്ചാൽ ഹല്ലേലൂയ ആമേൻ, ആമേൻ. സ്തോത്രം. ചിലപ്പോ നീ മറഞ്ഞു നിൽക്ക്. ഹല്ലേലൂയ. ദൈവമക്കൾ വിളിക്കുന്ന ഫോൺ നീ ഒന്നാമതെടുക്കണം, ദൈവമക്കൾ വിളിക്കുന്ന കോള് നീ ഒന്നാമതിരിക്കണം. എപ്പോഴെന്റെ പാസ്റ്ററുടെ കോള് കടന്നു വരും, എപ്പോഴെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ദാസിയുടെ കോള് കടന്നു വരുമെന്ന് കാത്തിരുന്ന നിന്റെ തലമേൽ വരുന്ന ചില ന്യായവിധിയെ ദൈവം തുടച്ചു മാറ്റ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിന് ദൂത് കൈമാറുകയാണ്. ഓ, നിന്നെ വഴി തടയുന്ന ചില ശത്രു, നിന്റെ വാഹനത്തിന് വഴി തടയുന്ന ശത്രു, നിന്നെ അപകടപ്പെടുത്താൻ നിൽക്കുന്ന ശത്രു, ഹല്ലേലൂയ, നിനക്കെതിരെ നിലവിളി കാണാൻ, ഓ നിന്റെ ഭവനത്തിലെ നിലവിളി കാണാൻ കാത്തിരിക്കുന്ന ചില ശത്രു, ഓ അടിച്ചു മാറ്റാൻ ചിലപ്പോ ദൈവം തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ദൈവവൃത്യന്മാരുടെ കോളുകൾ കടന്നു വരും. അത് നിന്റെ തലക്കെണ്ണയായി മാറാൻ നീ അതിന്
ഹല്ലേലൂയ ഏറ്റെടുക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് നീ പ്രാർത്ഥിര്. ഹല്ലേലൂയ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഒരു ദൈവ പൈതന്റെ ഫോൺ കോൾ നിനക്ക് കിട്ടിയാൽ അത് നിന്റെ ജീവിതത്തിൽ ഒരു മിറാക്കലാകും. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ഞാൻ ദൈവമക്കളെയാണ് പറഞ്ഞത്. ഹല്ലേലൂയ ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസന്മാരെ ദാസ്യമാരെ കുറിച്ചാണ് പറഞ്ഞത്. ദൈവദാസന്മാർ ദാസ്യമാരെന്ന് പറയുന്നത് ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നവർ, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർ. അല്ലാതെ ഹല്ലേലൂയ എവിടെയെങ്കിലും ചെന്ന് കുറച്ച് ദിവസം എന്തെങ്കിലും ചെയ്തിട്ട് ഹല്ലേലൂയ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നവരെ അല്ല ഞാൻ പറഞ്ഞത്. യേശു നിനക്കൊരു അംഗീകാരം തന്നിട്ടുണ്ട്. യേശു നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ പത്രോസിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഹല്ലേലൂയ ബൈക്കോളേജിൽ സർട്ടിഫിക്കറ്റ് തന്ന് നീ പ്രസംഗിക്കാനല്ല പറഞ്ഞത്. യേശു പറഞ്ഞത് ഇനി നീ ജാതികളെ പിടിക്കുന്നവനായി. ഹല്ലേലൂയ ആമേൻ ആമേൻ. സ്തോത്രം ചെയ്തു. അബ്രഹാമിനോട് പറഞ്ഞു, ഹല്ലേലൂയ ജാതികൾക്ക് നീ ബഹുജാതികൾക്ക് തന്നെ ഞാൻ പിതാവാക്കുമെന്ന്. ഇതാണ് ദൈവവിളി. ഈ ദൈവവിളിയുടെ ശുശ്രൂഷ നിങ്ങളുടെ മേൽ വീണാൽ നിങ്ങൾ ആരും നിശ്ചലമായി ഇരിക്കത്തില്ല. അതരങ്ങൾ ചലിച്ചു തുടങ്ങട്ട്, വായ്കൾ തുറന്നു തുടങ്ങട്ട്. എന്നടുത്ത് വീണ്ടും ദൈവവചനത്തിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ ആമേൻ. അതിന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിക്കാം, വേഗത്തിൽ വായിക്കും. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഒരു ഉപദേശി പറയുന്നത് കേട്ട് ഞാൻ വളരെ ശ്രദ്ധ കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങി. ഞങ്ങളുടെ വീട്ടിൽ ഒരു പാവപ്പെട്ടൊരു ദൈവദാസൻ, താനും തന്റെ ഭാര്യയുമായിട്ട് കിടന്നു വരും. കാട്ടാക്കട പ്ലാവൂര് ഭാഗത്തുള്ള ഒരു ദൈവദാസനാണ്. അവർ കടന്നു വന്ന് നിരന്തരമായി ഞങ്ങളുടെ വീട്ടിൽ വലിയ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാ. 2 പെമ്പിള്ളാരാ അവർക്ക്. സ്തോത്രം. കടന്നു വന്നിട്ട്, ഞാൻ ഹല്ലേലൂയ ഹിന്ദു വിശ്വാസിയാണ്. ഹല്ലേലൂയ കടന്നു വന്ന് പറയും, സഹോദര പ്രാർത്ഥിക്കണം, ദൈവത്തെ അറിയണം. ആരെ പ്രാർത്ഥിക്കാനാ? പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾ ശങ്കരന്റെ ഊത്തുകൂതിക്കൊണ്ട് നടക്കുന്ന ആളിന് ഇനി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആരെയാ പ്രാർത്ഥിക്കുന്നേ? പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഹല്ലേലൂയ. ഇവര് പറയുന്ന ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇവര് വീണ്ടും ഞങ്ങളോട് പറഞ്ഞു, ഒരു യേശുവുണ്ട്, ആ യേശുവിനെ നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. ആ യേശുവിനെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ കഷ്ടതകളൊക്കെ ദൈവം മാറ്റി നിങ്ങളുടെ ദേശത്ത് ദൈവം തല ഉയർത്തും. ഇതൊക്കെ ഒത്തിരി നാള് വർഷങ്ങളായി നിരന്തരമായി കടന്നു വന്ന് ദൈവവൃത്യന്മാർ ഒത്തിരിയും പറയാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, അവര് പറഞ്ഞതൊന്നും വൃഥാവായില്ല. അതെന്റെ വീട്ടിനകത്ത് വിഴുന്ന് കിടന്നു. ഞാൻ പാർത്ത ബെഡ്റൂമിനകത്ത് കിടന്നു. അതെന്റെ തലമേൽ വിഴുന്ന് കിടന്നു. അതെന്റെ തലമേൽ എണ്ണയായി മാറി. അല്ലെങ്കിൽ നല്ല നിലത്ത് വീണ വിത്ത് പോലെ. ഞാൻ അവരെ അളന്നില്ല, ഞാൻ അവരെ തൂക്കിയില്ല. അവരുടെ കൃപയുടെ വലിപ്പം നോക്കിയില്ല, അവരുടെ വസ്ത്രത്തിന്റെ ക്വാളിറ്റി നോക്കിയില്ല, അവരുടെ കാറിന്റെ വലിപ്പം നോക്കിയില്ല, അവരുടെ മൊബൈലിന്റെ വലിപ്പം നോക്കിയില്ല, അവരെ ഐശ്വര്യം നോക്കിയില്ല, വേറൊന്നും നോക്കിയില്ല. അവര് പറഞ്ഞത് അത്ര യേശുവിനെ കുറിച്ചാണ്. ഞാനും ആ യേശുവിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഈ യേശു നിങ്ങളുടെ വീട്ടിൽ വന്ന ഈ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടുവന്ന് പോയാൽ ദൈവം നിന്റെ വീട്ടിനകത്ത് ഇരിക്കുന്ന ഇരുട്ടിനെ പുറത്താക്കി വെളിച്ചം നിന്റെ വീട്ടിൽ വീശിപ്പിക്കുന്ന ദൈവാത്മാവ് ഇന്ന് പൽക്കാലം നിങ്ങളുടെ മേൽ പകരാൻ പോവുക. ഓ ഹല്ലേലൂയ പറഞ്ഞാട്ട്. വായിക്കാം, താഴോട്ട് വായിക്കാം. വായിച്ചോ, എടുത്തവർ വായിച്ചോ. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവ പറയുന്നു, മക്കളായ നമ്മളോട് പറയുന്നു, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിനും ദീർഘായുഷ്യം ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതരത്തെയും കാക്കണം. പ്രാർത്ഥിച്ചിട്ട് പോയി അടുത്ത വീട്ടിൽ അച്ചായൻ വന്ന് ഒരു തെറിയങ്ങ് പറഞ്ഞാൽ നീ 2 പറയരുത്. നീ കേട്ടില്ല എന്ന് പറഞ്ഞ അവരെ മുഖത്ത് നോക്കി അങ്ങ് ചിരിക്കണം. അവരെ മുഖത്ത് നോക്കി അങ്ങ് ചിരിച്ചാ മതി, വേറെ ഒന്നും ചെയ്യരുത്. ഇന്ന് ഒത്തിരി പള്ളികൾ അടിച്ചാ ഞാനും അടിക്കും. ഇവിടെ അങ്ങനെയൊന്നും പഠിപ്പിക്കത്തില്ല. ഇവിടെ അങ്ങനെ പഠിപ്പിക്കുന്ന സ്ഥലവുമല്ല. ഇവിടെ എപ്പോഴും ക്ഷമയും സമാധാനവും ഹല്ലേലൂയ താണിരിപ്പ്. കർത്താവിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം ചെയ്യുന്നു. നീ ദൈവസന്നിധിയിൽ താണിരിക്കണം. ഹല്ലേലൂയ. പ്രതികാരം ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ഒത്തതെന്ന് എണ്ണി ഇതിനാൽ വരുന്ന ന്യായവിധി
തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇതിനാൽ വരുന്ന അനുഗ്രഹം തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഇതിനകത്തുനിന്ന് രണ്ട് കാര്യങ്ങൾ പുറപ്പെടും. ശത്രുവിനൊരു ന്യായവിധിയും ദൈവ പൈതലിനൊരു രക്ഷിക്കപ്പെടുന്ന മാർഗവും. രക്ഷാമാർഗം വെളിപ്പെടും, ശത്രുവിനൊരു ന്യായവിധി വെളിപ്പെടും. ഇത് രണ്ടും എഴുതി വച്ചിരിക്കുന്ന വേദപുസ്തകം നിങ്ങളോട് പറയുകയാണ്, മക്കളെ വന്ന് ചെവി തരുവി. ഹല്ലേലൂയ. ശത്രു എന്നോട് ആരാവാരം കാട്ടിക്കൊണ്ട് ശത്രു എന്നോട് വല്ലുപിടിക്കാൻ കടന്നു വരുമ്പോ തിരുവെഴുത്ത് പറയുന്നു, മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞുകൊള്ളി. യഹോവ പ്രതികാരം ചെയ്യും, യഹോവ പ്രതികാരം ചെയ്യും. യഹോവ ശത്രുവിനെ കീഴടക്കാൻ ഇടയാകും. വചനം പറയുന്നു, യഹോവ നിന്റെ വലത് ഭാഗത്ത് നിനക്ക് തണലാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. എല്ലാവരും ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്. രക്തത്താൽ ജയമെടുക്കുന്നു. അതിന്റെ 14-15 ഒന്ന് വായിക്കും. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുവീൻ, സമാധാനം അന്വേഷിച്ച് കൊണ്ടുവരുവാൻ, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്ക് തുറന്നിരിക്കുന്നത്. യഹോവയുടെ കണ്ണ് ആരുടെ മേലായിരിക്കുന്നേ? നീതിമാന്മാരുടെ മേൽ. യഹോവയുടെ കാത് ആരുടെ നിലവിളിയാ ശ്രദ്ധിച്ചിരിക്കുന്നേ? ദൈവമക്കളുടെ നിലവിളി, നീതിമാന്മാരുടെ നിലവിളി. ആ നിലവിളിക്കൊരു മറുപടി ഉണ്ടാകുവാൻ നിങ്ങൾ പ്രാർത്ഥന എന്ന ആയുധം ധരിക്കണം. നിങ്ങൾ പ്രാർത്ഥന വിട്ട് നടക്കരുത്. പ്രാർത്ഥന എന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മറക്കുവാൻ കഴിയാത്ത ഒരു അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതിനായി ഈ ദിവസങ്ങളിൽ നമുക്ക് വളരെ ആഴമായി പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരാം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഇയ്യോബിന്റെ പുസ്തകം ഹല്ലേലൂയ 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കേ, വേഗത്തിൽ വായിക്കുക. ഇയ്യോബിന്റെ പുസ്തകം ഹല്ലേലൂയ 1-ാം അധ്യായം അതിന്റെ 6 ഒന്ന് വായിക്കേ. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നുത്തരം പറഞ്ഞു. കണ്ടോ, പിശാച് എവിടെയാ സഞ്ചരിക്കുന്നേ? ഭൂമിയിലാ. അപ്പൊ നമ്മുടെ മൊത്തം ജീവിതവും ഭൂമിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ പാർക്കുന്നു, ഭൂമിയിൽ വീട് വയ്ക്കുന്നു, ഭൂമിയിൽ കൃഷി ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ നിന്റെ ലക്ഷ്യം ക്രിസ്തുവിലായിരിക്കണം. നിന്റെ നോട്ടം യഹോവയിലായിരിക്കണം. യഹോവയിലാക്കി നിങ്ങളുടെ ശ്രദ്ധ ആയിട്ടുണ്ടെങ്കിൽ ഈ വാൽക്കാലം ഒരു വിടുതൽ ഇപ്പോൾ ഇവിടെ നടക്കും. ഒരു വിടുതൽ ഇപ്പോൾ ഇവിടെ നടക്കും. ഹല്ലേലൂയ, ആമേൻ. നീ പൊട്ടിക്കാതെ ചില ബന്ധനം പൊട്ടാൻ പോകുന്നു. എല്ലാവരും ആരാധിച്ചാട്ട്. ഊടാടി സഞ്ചരിക്കുന്ന ചില സാത്താൻ. ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഇയ്യോബിനെ കുറിച്ച് സാക്ഷി പറയുന്ന ഒരു സാത്താൻ ഇയ്യോബിനെ കുറിച്ച് സാക്ഷി പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ചോദിച്ചു, ഹല്ലേലൂയ, നീ എന്റെ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഭക്തനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ. അപ്പോ സാത്താൻ പറയാണ്, തൊടാൻ പറ്റത്തില്ല, എനിക്ക് അവിടെ കയറാൻ അധികാരമില്ല, എനിക്ക് അടുത്ത പക്കത്ത് പോലും പോകാൻ പറ്റുകയില്ല. കാരണം എന്താന്ന് ചോദിച്ചപ്പോ അവന്റെ വായ് കൊണ്ട് പറയാണ്, നീ അവൻ ഇരുന്നതിന് ചുറ്റും ഒരു മതില് കെട്ടി, ഹോളാപിടിച്ച് കട്ട കൊണ്ടല്ല, കോൺക്രീറ്റ് കൊണ്ടല്ല, തീ കൊണ്ടൊരു മതില് കെട്ടിയിരിക്കുന്നു. ഇതിനകത്ത് കടക്കാൻ എനിക്കൊരിക്കലും സാധ്യമല്ല. തീയോട് കളിക്കാൻ പിശാചിന് ഒരിക്കലും കഴിയേയില്ല. തീയോട് കളിക്കാൻ പിശാചിന് ഒരിക്കലും കഴിയത്തില്ല. എല്ലാവരും ശക്തിയോടെ പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് നിങ്ങളുടെ മേൽ അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു. ഞാൻ ഈ വചനത്തിലെ ഹല്ലേലൂയ, ആമേൻ, 1-2 ഹല്ലേലൂയ അധ്യായം ചിന്തിച്ചുകൊണ്ട് 1-2 വാക്യങ്ങൾ കൂടി ചിന്തിച്ച് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുന്നു. അതിന്റെ 9-10 വായിക്കാം. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ? ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്ന ഒരു ഭക്തനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഇടയിൽ ഇത് പഠിപ്പിക്കാൻ പോകുന്നത്. പിശാച് പറഞ്ഞ കണ്ടോ, അത് വെറുതെയാണോ ഇയ്യോബ് ഒരു ഭക്തനായിരിക്കുന്നത്? നിന്റെ കാവല്, നിന്റെ തണല്, നിന്റെ ആശ്രയം, നിന്റെ നിഴല്
ഇവനെല്ലാം കോട്ടയായിരിക്കുക. ആർക്കാ? ഇയ്യോബിന് കോട്ടയായിരിക്കുക. ഇരിക്കുമ്പോ വ്രണം പിടിച്ചിരിക്കാതെ ഹല്ലേലൂയ, വ്രണം പിടിച്ച് ആകമാനം ഹല്ലേലൂയ അസ്വസ്ഥനായിരിക്കുമ്പോ ഉള്ള അവസ്ഥയിലും ദൈവത്തെ മുറുകെ നീ പിടിച്ചോണം. ഇത് പ്രാർത്ഥിക്കാൻ പോയി, അയ്യോ 6 കൊല്ലമായപ്പോ ഒരു പനി വന്നു. പനി വന്നപ്പോ പ്രാർത്ഥിക്കാൻ പോയപ്പോ പനി വന്നു. പ്രാർത്ഥിക്കാൻ പോയപ്പോ വീട് ഒരു മുറിയെ കിട്ടിയുള്ളൂ. പ്രാർത്ഥിക്കാൻ പോയപ്പോ ഹല്ലേലൂയ 4 വീലുള്ളത് കിട്ടിയില്ല, 2 വീലുള്ളതേ കിട്ടിയുള്ളൂ. കിട്ടിയില്ലെങ്കിൽ നീ യേശുവിനെ വിടല്ലേ. സ്വതന്ത്രം. എന്തുമാത്രം വലിയ വാഗ്ദത്തം കേട്ട് ഒരു ഹിന്ദു വിശ്വാസം വിട്ട് ഇറങ്ങി വന്ന ആളാതറിയാമോ? ലേശം പോലും എത്തിപ്പിടിക്കാൻ പറ്റാതെ ഇരുന്ന് ദൈവത്തോട് നെടുമ്പാടെ വിളിച്ചുകൊണ്ടിരിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആത്മാവ് നിന്റെ മേൽ വന്നാ നീ കാലത്തും വൈകിട്ടും പ്രാർത്ഥന കുറയ്ക്കരുത്. പ്രാർത്ഥന കുറയ്ക്കുന്നവരെ ഞാൻ പരിശുദ്ധാത്മാവെന്ന് മുദ്ര കുത്തത്തില്ല. പ്രാർത്ഥനയ്ക്കുള്ള സമയം നിനക്ക് തന്നാൽ നീ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവാണെങ്കിൽ നിന്നെ ഉണർത്തും. പരിശുദ്ധാത്മാവാണെങ്കിൽ നിന്നെ ഉണർത്തും. ടൈമായി 6 മണിയായി ആലയത്തിൽ കയറ്, 5:30 മണിയായി ആലയത്തിൽ കയറ്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. ഇത് നിന്നെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം? ഹല്ലേലൂയ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കണം, നിന്നെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം. ഇതാണ് പരിശുദ്ധാത്മാവ്. 6:30 മണിക്കല്ല നീ പള്ളിയിൽ കയറുന്നത്. 6 മണിക്ക് വന്ന് പ്രാർത്ഥിക്കുന്ന ജനം പ്രാർത്ഥിച്ച് പാട്ടുപാടി തീർന്ന് ഹല്ലേലൂയ സ്തോത്രം പറയാൻ സമയമാകുമ്പോ ഹല്ലേലൂയ അങ്ങനെ വരികയാ. നടുകടലിൽ കിടന്ന മീന് കരയ്ക്ക് തീറ്റി തേടി വന്നതുപോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ഇനി വരികയാ. ഹല്ലേലൂയ. ഈ വരവിലല്ല യേശു വരുന്നത്, നിന്റെ ആഗ്രഹത്തോടുള്ള ഒരു വരവില്, നിന്റെ ആർത്തിയോടുള്ള ഒരു വരവില്. എനിക്ക് യേശുവിലെന്ന് പ്രാപിക്കണം, എനിക്ക് യേശുവിലെന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. തിക്കും തിരക്കും ഇട്ട് നിൽക്കുന്ന ജനത്തിന്റെ ഇടയിൽ കൂടി എനിക്ക് യേശുവിലേക്കൊന്ന് ചെല്ലണം, അവന്റെ അടുക്കലേക്കൊന്ന് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ജനം ഉണ്ടെങ്കിൽ ഇന്ന് പോൽക്കാലം നിന്റെ ആഗ്രഹത്തെ ദൈവം സാധ്യമാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പച്ച ഷർട്ടിട്ട ഹല്ലേലൂയ സഹോദരൻ, പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ചിലർക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. 9:9-10 വായിച്ചോ. വെറുതെ ദൈവം സാത്താൻ ഹല്ലേലൂയ ദൈവത്തോട് പറയുകയാണ്, വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കെ അവന്റെ പ്രവൃത്തിയെ നീ അവന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചു. ആരുടെ പ്രവൃത്തി? ഇയ്യോബിന്റെ പ്രവൃത്തി അനുഗ്രഹിച്ചിരിക്കുന്നു. അതിന്റെ 14 വായിക്കാം, വേഗം വായിച്ചോ. ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു. ഒന്നുകൂടി. കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയും ആയിരുന്നു. പെട്ടെന്ന് ശബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ട്, എന്നെ 19 പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്നു, വീട്ടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. നിനക്ക് വിരോധമായിരിക്കുന്ന ചിലതിന്റെ മേൽ കൊടുങ്കാറ്റിന്ന് വീഴാൻ പോവാ. ഞാൻ അടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ വായ്കളും തുറന്നാട്ട്. അപ്പോസ്തലന്മാരിരുന്നിടത്ത് ഒരു കൊടുങ്കാറ്റടിച്ചു. അത് ആകാശത്തുണ്ടായ മുഴക്കം മർക്കോസിന്റെ മാളികാമ്മയുടെ ഇവിടെയും ഒരു കൊടുങ്കാറ്റടിച്ചു. നിനക്ക് വിരോധമായിരുന്ന ചിലതിനെ ഒതുക്കത്തക്ക ഒരു കൊടുങ്കാറ്റ്. ഉണർന്ന് പ്രാർത്ഥിച്ചോ. എതിരെ ഒരു വാഹനം വന്നിടിച്ച്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നിനക്ക് അടയാളം കണ്ട് നിന്റെ അസ്ഥികളെ ഒടിച്ചു നുറുക്കി കാണാൻ. ഹല്ലേലൂയ. 3 ആമേൻ, ആമേൻ ക്ഷേത്രങ്ങളിൽ ചില നേർച്ചകൾ, ചില പൊങ്കാലകൾ കടന്നു കഴിഞ്ഞിരിക്കുന്നത് ദൈവാത്മാവ് ദർശിച്ചു. ഉടവാരകനഘടകസ്യ ശക്തിയോടെ എല്ലാവരും എഴുന്നേറ്റാട്ട്. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ്.